ഓണം മെമ്പർ 25 കോടി അടിച്ചു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണം മെമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിൽ 30% TDS കട്ട് ചെയ്യും. അതുപോലെ 10% നമുക്ക് ഡീലേഴ്സ് കമ്മീഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് കിട്ടുക. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓണം മെമ്പർ അടിച്ച പൈസ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം TDS 30% ആയിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതായത് ഏകദേശം 7.5 കോടി പ്ലസ് 2.5 കോടി നമ്മളുടെ എന്താണ് ഡീലേഴ്സ് കമ്മീഷൻ, അങ്ങനെ 15 കോടി ആയിരിക്കും നമുക്ക് ഈ വിന്നർ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ 15 കോടി യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടാക്സ് എന്ന് വെച്ചാൽ 30% അല്ല ലോട്ടിന്റെ ടാക്സ്. ലോട്ടിന്റെ ടാക്സ് 30% പ്ലസ് സർചാർജ് വരും 25%, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഓൾഡ് റെജിം ആണെങ്കിൽ 37% പ്ലസ് 4% സെസ് വരും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ലോട്ടിന്റെ ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷേ നോർമലി TDS കട്ട് ചെയ്യുക 194B പ്രകാരം 30% മാത്രമേ TDS കട്ടിയുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലോട്ടറി കിട്ടിയ ആൾ എന്ത് ചെയ്യണം? 30% ശേഷമുള്ള ടാക്സ്, അതായത് 25% സർചാർജും അതുപോലെ 4% സെസ്സും എന്ത് ചെയ്യണം? ലോട്ടറി കിട്ടിയ ആൾ വീണ്ടും അടക്കണം. അപ്പോൾ അത് എത്രയെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ടാക്സ് 9.75 കോടി വരാം. പക്ഷെ 7.5 കോടി മാത്രമാണ് 30% മാത്രമാണ് TDS ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഡിഫറൻസ് എമൗണ്ട് 2.25 കോടി ഈ വിൻ ചെയ്ത ആൾ വീണ്ടും ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. അപ്പൊ ഇതൊന്നും അറിയാതെ 15 കോടി കയ്യിൽ കിട്ടിയത് ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നീട് നമ്മൾ ടാക്സ് അടക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാ ലോട്ടറി കേസും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വീണ്ടും അടക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കേസ് നമ്മൾ ഓഫീസിൽ വന്നിട്ടുണ്ട്, ഞാൻ പറയാൻ കാരണം. അപ്പോൾ ആരുടെയൊക്കെ 500 രൂപ പോയി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഏതായാലും നമുക്ക് സമാധാനിക്കാം. നമ്മളിതൊന്നും നടക്കേണ്ടി വരില്ലല്ലോ, ഈ ടാക്സ് നടക്കണ്ടല്ലോ. അടിക്കാത്തതുകൊണ്ട് അടിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ സങ്കടമാണ്, ഇത്രയും എമൗണ്ട് ടാക്സ് അടക്കണം അല്ലേ? പഠിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല, നമ്മൾ ടാക്സ് നടക്കേണ്ട, ഹാപ്പി.